ഹലോ! ഇന്ന് നമ്മളുടെ ക്രോഷേ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ഡേ 1 ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള യാൺ, പിന്നെ ഒരു സിസർ, പിന്നെ ഒരു ഹുക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ആക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹുക്ക് സൈസ് 3mm ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെറിയ വില കുറവിൻ്റെ യാൻസൊക്കെ വാങ്ങിയാൽ മതി കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പഠിച്ചെല്ലാം ഓക്കെ കഴിയുമ്പോൾ നല്ല യാനിലേക്ക് കടന്നാൽ മതി. ഇനിയല്ല സ്റ്റാർട്ടിങ് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ്. സ്ലിപ്പ് നോട്ട് നമ്മൾ പഠിച്ചതുപോലെ ജസ്റ്റ് 2 ഫിംഗറിൽ ഇതേപോലെ ഞാനൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിൽ നിന്ന് ഇതിനിങ്ങനെ പുള്ള് ചെയ്തെടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു കെട്ട് പോലെ വീഴും. അപ്പോൾ നമ്മുടെ സ്ലിപ്പ് നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ട് വന്ന ഇവിടെ ഈ ഒരു കെട്ട് വീണിട്ടുള്ള ഇവിടെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ നമ്മുടെ ഹുക്കിനെ ഇങ്ങനെ ചുറ്റി ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കും. അപ്പം ഒരു ചെയിൻ ആയിട്ടുണ്ട്. അതേപോലെ ഒന്നുകൂടി ഇങ്ങനെ ചുറ്റി പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ 2 ചെയിൻ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ 52 ചെയിനാണ് കേട്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. മൂന്നെണ്ണം ചെയ്തു. ഇനി 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 45, 46, 47, 48, 49, 52. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ 52 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ മുടിയൊക്കെ പിന്നുന്ന ആ ഒരു ഷേപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം ഈ ഫസ്റ്റ് കാണുന്ന ആ ഒരു ലൂപ്പല്ല, അതിൻ്റെ ബാക്കിലുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഹുക്കിന് ഇവിടെ കയറാനുള്ള സ്പേസ് ഉണ്ട്. സോ ആ ഒരു ലൂപ്പിലാണ് നമ്മൾ അടുത്തത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് നമ്മുടെ ഹുക്കിനെ ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ യാനൊന്ന് ചുറ്റി ഇതേപോലെ ആ ഒരു ഹുക്കിനകത്തൂടെ പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒന്നുകൂടെ യാനിൽ ഇതേപോലെ ചുറ്റിയെടുത്ത് ഈ 2 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കും. കണ്ടോ, ഇതാണ് ഒരു സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാം. ചെയിൻ്റെ ഉള്ളിലേക്ക് പുള്ള് ചെയ്ത് നമ്മൾ ഇതേപോലെ യാൻ ചുറ്റിയെടുത്ത് ഒന്ന് കൊണ്ടുവരാണ്. 2 ലൂപ്പായിട്ടുണ്ട്. നമ്മൾ അടുത്ത ഒരു പ്രാവശ്യം കൂടെ യാൻ ഇതേപോലെ ചുറ്റി അകത്തൂടെ കൊണ്ടുവരും. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. അതേപോലെ ഒരു മുഴുവൻ ചെയിനകത്തും നമ്മൾ സിംഗിൾ ക്രോഷേസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു ട്യൂട്ടോറിയൽ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹോംമെയ്ഡ് ബൈ ജേസ്, സെയിം DP സെയിം പേരാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി കേട്ടോ. അതേപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. കാരണം കമൻസാണ് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണെന്നുള്ളത് എനിക്ക് കമൻറ്റ് ത്രൂ ആണ് അറിയാൻ പറ്റുള്ളൂ. സോ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതിന് മുന്നേ ഒരു ലൈക്ക് കൂടെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുള്ളൂ. ഇനി ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസും ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ വരാനുണ്ട്. ഇനി നമുക്ക് ഡേ 7 വരെയുള്ള ട്യൂട്ടോറിയൽസ് വരാനുണ്ട്. സോ അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ, അതായത് എന്തെങ്കിലും പെർട്ടിക്കുലർ സാധനം നമ്മൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെ താല്പര്യമുള്ള ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയലിൽ. അപ്പോൾ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതവർക്ക് പഠിക്കാമല്ലോ. ഇൻ കേസ് നമുക്കത് 7 days ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാനതൊരു ട്യൂട്ടോറിയലായിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് കമൻസിൽ പറയാൻ മറക്കരുതേ. പിന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്ത് വരുമ്പം നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് വാശി പിടിക്കരുത്. തെറ്റിപ്പോയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ തെറ്റിപ്പോകുന്ന സമയത്ത് ഒന്നുകൂടി ട്രൈ ചെയ്യുക. അതേപോലെ 2ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മൾ കുറച്ചധികം വട്ടം ട്രൈ ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് വശമായി കഴിയുമ്പോഴേക്ക്, അതൊന്ന് സ്മൂത്തായി കഴിയുമ്പോഴേക്ക് എല്ലാം റെഡിയാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്തത് തന്നെ ഇത് തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ട്രൈ ചെയ്യാതിരിക്കരുത്. പിന്നെ കുറച്ച് ക്ഷമ കൂടി വേണ്ട ഒരു സംഭവമാണ് കേട്ടോ ക്രോഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഒരു ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ബാക്കിൽ ഒരുപാട് സമയവും ഒരുപാട് പേഷ്യൻസും നമ്മൾ സ്പെൻഡ് ചെയ്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്ഷമയില്ലാത്തവരൊന്നും എന്നെ ചീത്ത പറയാൻ വരരുത്. കുറച്ച് ക്ഷമയും സമയവും ഒക്കെ ഒരുപാട് വേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം അതിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ടിട്ട് നമ്മുടെ വർക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. കുറച്ച് നീളത്തിൽ നമ്മൾ ഈ യാനൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അറ്റം വെച്ച് മുറിച്ച് കളയരുത് കേട്ടോ. കുറച്ച് നീളം നമ്മളിവിടെ ഇടണം. പിന്നെ ചെയ്യാൻ പോകുന്നത് 2 വഴി ഉണ്ടോന്നെങ്കിൽ നമുക്കൊരു സൂചിയിൽ ഈ നൂല് കോർത്തെടുത്തിട്ട് ഇതേപോലെ ഇതിനകത്തേക്ക് തുന്നി കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ ഈ ഹുക്ക് തന്നെ നമുക്ക് കുറച്ച് സ്റ്റിച്ചസിൻ്റെ, ഈ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നമ്മുടെ യാൻ വരാത്ത രീതിക്ക് ബാക്കിലുള്ള കുറച്ച് സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ഹുക്ക് തന്നെ കടത്തി വിട്ടിട്ട്, നമ്മളിങ്ങനെ സൂചിയൊക്കെ കൊണ്ടൊക്കെ തുന്നുന്നത് പോലെ പതുക്കെ ഈ ഹുക്ക് തന്നെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് ഈ ഒരു യാനിനെ പുള്ളി ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സൂചിയൊക്കെ എടുത്ത് വൃത്തിക്ക് തുന്നി കൊടുത്താൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മളിനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. സംഭവം സെറ്റാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒരു നൂല് സെയിം യാൺ തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതിലെ നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാതിരിക്കാനാണ് ഞാനൊരു ഐഡിയ പറഞ്ഞത്. നമുക്ക് വില കുറവുള്ള യാൻസ് വാങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അതാകുമ്പോൾ തെറ്റിപ്പോയാലും അവർ വഴക്ക് പറയില്ലല്ലോ. പിന്നെ മാത്രമല്ല, കൊച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നവർക്ക് തോന്നിക്കഴിയുമ്പം നല്ല യാൻസ് നിങ്ങൾക്ക് വാങ്ങി തരുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാ, ക്രോഷേ പഠിക്കല്ലേ? അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടല്ലേ? അപ്പോൾ ഇത് നമുക്ക് മുടിയിലൊക്കെ കിട്ടുന്ന ബുഷിലോ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു വാവകളൊക്കെ ഉണ്ടെങ്കിൽ മുടിയിൽ കുത്താൻ ക്ലിപ്പിലോ, അല്ലെങ്കിൽ നമ്മുടെ ടീഷർട്ടിലൊക്കെ തുന്നി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാഗിലോ ഇല്ലെങ്കിൽ കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ മൈൻഡിൽ എന്താണോ ഐഡിയ വരുന്നത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു ബോയും കൂടെ കണ്ടോ. ആകെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി ഡേ 2 വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.